ഒരു ഷെഡിനടുത്ത് നിൽക്കുകയായിരുന്ന സ്റ്റാൻലിയെ പെട്ടെന്ന് രണ്ട് കൈകൾ പുറത്തു വന്ന് അകത്തേക്ക് വലിക്കുന്നു. അത് കണ്ട് പേടിച്ചവൻ സ്വയം രക്ഷിക്കുന്നതിനായി സർവ്വശക്തിയും ഉപയോഗിച്ച് ആ കൈകൾ വിടുവിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് വ്യത്യസ്തമായ ഒരു കാര്യം സംഭവിക്കുന്നു. സൂര്യപ്രകാശം തട്ടിയതും ആ കൈകൾ പൊള്ളാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആക്ച്വലി ഇതിനു മുന്നിലത്തെ ദിവസം തന്റെ വീട്ടിലെ ഡോഗ് ഷെഡിന് നേരെ നോക്കി നിർത്താതെ കുരയ്ക്കുന്നത് കണ്ട് സ്റ്റാൻലി അതിനകത്ത് എന്താണുള്ളതെന്ന് അറിയാനായി പോയി നോക്കുന്നു. അവിടെ സ്ട്രേഞ്ചായ ഒരാളെ കണ്ട് അവൻ പേടിച്ച് പുറത്തേക്ക് വരുന്നു. അത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ സ്റ്റാൻലി തന്റെ ഡോഗിനെ അതിനകത്തേക്ക് വിടുന്നു. പെട്ടെന്ന് അതിനകത്ത് നിന്ന് ഡോഗിന്റെ ദയനീയമായ കരച്ചിൽ കേൾക്കുന്നു. തന്റെ ഡോഗിന്റെ അവസ്ഥ കണ്ട് അവൻ പേടിച്ചോടുന്നു. വീട്ടിലേക്ക് വന്നവൻ ഇക്കാര്യം തന്റെ മുത്തശ്ശനെ അറിയിക്കുന്നു. മുത്തശ്ശൻ ഒരു പേടിയും കൂടാതെ കയ്യിലൊരു വടിയുമായി ഷെഡിനകത്തേക്ക് കയറുന്നു. വീണ്ടും അതിനകത്ത് നിന്ന് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു. അവൻ ഓടി വന്ന് ഷെഡിന്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ മുത്തശ്ശൻ വീണ് കിടക്കുന്നു. അവൻ അദ്ദേഹത്തെ പുറത്തേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് മുത്തശ്ശനെ അകത്തേക്ക് തന്നെ വലിച്ചുകൊണ്ടു പോകുന്നു. പേടിച്ചു പോയവൻ ഒരു ചങ്ങല യൂസ് ചെയ്ത് ആ ഡോറ് പുറത്തുനിന്ന് അടയ്ക്കുന്നു. എന്നിട്ട് അവൻ പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഫോൺ ഡെഡ് ആണ്. പിറ്റേ ദിവസം അവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ സ്കൂളിൽ പോകാൻ റെഡിയാവുന്നു. എന്നാൽ മുത്തശ്ശനെ പുറത്തേക്കൊന്നും കാണാത്തത് കൊണ്ട് ഒരു പോലീസ് ഓഫീസർ അന്വേഷിച്ചു വരുന്നു. പക്ഷെ അവൻ പല കള്ളങ്ങൾ പറഞ്ഞ് ഓഫീസറിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓഫീസർ അവനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. അവനെ വിശ്വാസം വരാതിരുന്ന ഓഫീസർ അവനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം വീട്ടിലേക്ക് വരുന്നു. അപകടം മുൻകൂട്ടി കണ്ടവൻ വീട്ടിലേക്ക് ഓടുന്നു. അപ്പോഴേക്കും ഓഫീസർ ഷെഡ് തുറക്കാൻ ട്രൈ ചെയ്യുന്നു. അതേസമയം അവിടേക്ക് ഓടി വന്നവൻ ഓഫീസറിനോട് അത് അപകടമാണ്, അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. എന്നാൽ ഓഫീസർ അവൻ മുത്തശ്ശനെ അതിനകത്ത് ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അവന് നേരെ തോക്കു ചൂണ്ടി ഡോർ ഓപ്പൺ ചെയ്യുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അത് ഓഫീസറിനെ അറ്റാക്ക് ചെയ്യുന്നു. അവർ അതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ആ ഓഫീസറിന്റെ കൈ മുറിച്ചെറിയുന്നു. അത് കണ്ടവൻ ഷോക്കായി നിൽക്കുമ്പോൾ അവിടേക്ക് സ്കൂൾ പുള്ളിയായ മാർബിൾ വരുന്നു. ഇന്ന് സ്കൂളിൽ വെച്ച് അവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടന്നിരുന്നു. സ്റ്റാൻലി അവനോട് ഇവിടെ നിന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ നീയും മരിക്കുമെന്ന് പറയുന്നു. എന്നാൽ മാർബിൾ അത് കേൾക്കാതെ അവനെ അടിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവിടേക്ക് വന്ന ഇവന്റെ ഫ്രണ്ട് മാർബിളിന് നേരെ തോക്കു ചൂണ്ടി അവനെ വിടാൻ പറയുന്നു. മാർബിൾ നിനക്കതിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ അവന്റെ നേരെ ഷൂട്ട് ചെയ്യുന്നു. ഫ്രണ്ട് മാർബിളിനെ ഷെഡിനകത്ത് കയറാൻ പറയുന്നു. സ്റ്റാൻലി അവനെ തടയാൻ ശ്രമിക്കുമെങ്കിലും ഫ്രണ്ട് തനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറയുന്നു. ഷെഡിന് പുറത്ത് കിടക്കുന്ന കൈ കണ്ട് മാർബിൾ പേടിക്കുന്നു. അകത്ത് എന്താണുള്ളതെന്ന് ചോദിക്കുന്നു. പക്ഷെ ഫ്രണ്ട് അവനെ തോക്ക് കാണിച്ച് വിരട്ടി അതിനകത്ത് കയറ്റുന്നു. അവൻ അകത്ത് കയറിയതും അതിനകത്ത് നിന്ന് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു. ദേഷ്യം വന്ന സ്റ്റാൻലി ഫ്രണ്ടിനോട് വഴക്കുണ്ടാക്കുന്നു. അവൻ തോക്ക് വെച്ച് സ്റ്റാൻലി അടിക്കുന്നു. സ്റ്റാൻലി ബോധം കെട്ട് വീഴുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ട് അടുത്തിരിക്കുന്നു. മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഷെഡിന്റെ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടവൻ ആ ഡോർ അടയ്ക്കുന്നു. അവിടെ ആ കൈ കണ്ടവൾ പേടിച്ച് നിലവിളിക്കുന്നു. അവൻ അവളെ സമാധാനിപ്പിച്ച് ഡോർ തുറന്ന് അകത്ത് കയറി നോക്കുന്നു. അവിടുത്തെ കാഴ്ച കണ്ട് അവൻ ഷോക്കാവുന്നു. കാരണം ഇപ്പോൾ അതിനകത്ത് ആ ഭീകരനായ മോൺസ്റ്ററിന്റെ സ്ഥാനത്ത് അവന്റെ ഫ്രണ്ടാണുള്ളത്. അവസാനം അവൻ ഗേൾ ഫ്രണ്ടിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവർ രണ്ടുപേരും ചേർന്ന് മോൺസ്റ്ററിനെ നശിപ്പിച്ച് ഷെഡിന് തീയിടുന്നു.